ഹായ് 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 പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കുറ്റാട്ടൂർ പഞ്ചായത്തിലെ കുറ്റാട്ടൂർ ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്താണുള്ളത്. ഇവിടെ വലിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ആൽമരം പൊരിഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ്. ഈ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ. ഈ ഒരു ജനല് അതുപോലെ ഈ ഒരു ബിൽഡിങ് മൊത്തം ഏകദേശം പകുതിയോളം താർന്നിട്ടാന്നുള്ളത്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രം. അതുപോലെ തന്നെ പഴക്കമുള്ളതാണ് നമ്മളിപ്പോൾ കടപുഴി വീണ ആൽമരം. ഒരു 200 കൊല്ലത്തിലധികം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഇന്നലെ രാവിലെ ചെറിയൊരു അരക്കപ്പാൽ തോന്നിന്. അപ്പോൾ വൈകുന്നേരം ഒരു 3:30 ആൽമരം കടപുഴി വീണത്. നമ്മൾ സാധാരണ മരം മുറിച്ചു മാറ്റ പോലെയാണ് പതുക്കെ, വളരെ പതുക്കെയായിട്ടാണ് ആൽമരം ഒരു ചെരിഞ്ഞ് വീഴുന്ന ഇതുണ്ടായിട്ടില്ല. അപ്പോൾ നടപ്പന്തലിനോ കൊടിമരത്തിനോ യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. അത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായി നമുക്ക് കാണാം. ഇതിപ്പോൾ ഈ സ്റ്റേജിൻ്റെ സൈഡിലുള്ള ബിൽഡിങ് ഒരുപാട് മൊത്തം പൂർണ്ണമായി താർന്നിട്ടാന്നുള്ളത്. അതിൻ്റെ വലിയൊരു കൊമ്പ് അങ്ങനെ തന്നെ പൊട്ടി അടർന്നിട്ടുണ്ട്. ഈ ബിൽഡിങ് തട്ടിയിട്ട് വീഴുമ്പോൾ അടർന്നതാകാനാണ് സാധ്യത. മൊത്തം ഇളകി വന്നിട്ടാന്നുള്ളത്. വീഴാൻ പറ്റില്ല, അതിനുമില്ലാന്ന് വീണ് കറണ്ടിൻ്റെ. അതുകൊണ്ട് നിലവിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് 3-ാമത്തെ ദിവസമായി കറണ്ടില്ലാതെ. വല്ലാത്തൊരവസ്ഥയാണ്. കറണ്ടില്ലാത്തതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോയ സമയം ചെറക്കൽ ദേവസ്വം മാനേജർ മനോഹരൻ KV, അതുപോലെ കുറ്റാട്ടൂർ വില്ലേജ് സ്റ്റാഫ് ചെക്കിക്കുളം ഷാജി എന്നിവരും ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ഔദ്യോഗികമായ രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് നാട്ടുകാരും ഭക്തജനങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടി എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ കൊല്ലം മുന്നേ നമ്മൾ കുറേ ആൾ അമ്പലത്തിൻ്റെ പറമ്പിൽ ഇങ്ങനെ കുറേ മരുന്നിട്ട് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കാണുന്ന പ്ലാവ് ഞാൻ അന്നേരം നട്ടതാണ്. ഇപ്പം വളർന്ന് വലിയ മരമായി മാറി. ഹായ്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാമെന്ന് അറിയിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.